Hi all, welcome to DOPA Exchange, where we discuss about X factor about NEET. So, ഇന്ന് നമ്മൾ DOPA Exchangeൽ ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളായിട്ടുള്ള നെസ്വാനും നവനീതുമാണ് നമ്മുടെ കൂടെ ആയിട്ടുണ്ടായിട്ട്. വെൽക്കം. അപ്പോൾ ഇവരുടെ രണ്ട് ആൾക്കാർക്കും ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തന്നെ പറയാം. രണ്ടാൾക്കാരും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങൾ എന്നുള്ളത് പോലെയാണ്. ഒരാൾ ഓൺലൈനായിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്ത ആളാണ്, ഒരാൾ സെൽഫായിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്ത ഒരാളാണ്. സോ നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിൽ ഭയങ്കര ഒരു കോൺട്രാസ്റ്റിംഗ് സാധനമാണ് ഓൺലൈനായിട്ട് പഠിക്കുക എന്നുള്ളത്. സോ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ഭയങ്കര എല്ലാവരും ഒരു ഫിയറോടെ കാണുന്ന ഒരു സംഭവമാണ് ഈ ഓൺലൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. സോ എങ്ങനെയായിരുന്നു ആ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നത്? ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചപ്പോൾ മെയിനായിട്ട് കോച്ചിങ് സെൻറ്ററിൻ്റെ വീഡിയോസ് കാണൽ, പിന്നെ അവരുടെ വീഡിയോസ് കൊണ്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ നോക്കി പോവുക, ഓരോ ടെസ്റ്റ് ചെയ്യുക. മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ നീഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചെയ്യുക. ഇത് തന്നെയായിരുന്നു എൻ്റെ റൂട്ടീൻ. അപ്പം വേറെ എവിടെയും കോച്ചിങ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ഓൺലൈൻ വീഡിയോസ് മാത്രം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് ഒക്കെ കോച്ചിങ് സെൻറ്ററിൻ്റെ അവരുടെ തന്നെ ക്വസ്റ്റ്യൻ. അപ്പം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും? ലൈക്ക് ഒരു ഡേ അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് വെക്കാറുണ്ടോ? ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഒരു ചാപ്റ്റർ എടുക്കും. ഒരു ചാപ്റ്റർ അല്ല, ഇത്ര ചാപ്റ്റേഴ്സ് ഇത്ര ഡേയ്സിനുള്ളിൽ നോക്കി തീർക്കണം, അങ്ങനെ ഒരു പ്ലാൻ വെക്കും. അപ്പം ഫസ്റ്റ് തിയറിയൊക്കെ ഒന്ന് സെറ്റാക്കും, അത് കഴിഞ്ഞ് പയ്യെ ക്വസ്റ്റ്യൻസ് എടുക്കും. അങ്ങനെ ആ ഇത്ര ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കും. അങ്ങനെ പിന്നെ ഒരു വീക്ക്ലി എല്ലാം ടോട്ടൽ എല്ലാം കൂടി ഒരു മോക്ക് ടെസ്റ്റ് അങ്ങനെ വരും. ഓക്കെ. നെസ്വാനിലേക്ക് വരുമ്പോൾ നെസ്വാനി ഒറ്റയ്ക്കാണ് ഫുള്ളായിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. സോ ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? അപ്പം ഒറ്റയ്ക്ക് തന്നെ, അപ്പം ഓൺലൈനായിട്ട് ഒന്നും നോക്കിയിട്ടില്ല? ഇല്ലില്ല, ബുക്സ് സ്വന്തമായിട്ട് വായിച്ചിട്ടുണ്ടാക്കിയതാണോ? അതെ. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഓരോ സ്കൂളിലൊക്കെ ഇതൊക്കെ തന്നെ കോൺസെപ്റ്റൊക്കെ തന്നെ. അപ്പം ബേസിക് ഫിസിക്സിലെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കുക, കെമിസ്ട്രിയിലെ ഓർഗാനിക്കും എല്ലാം മനസ്സിലാക്കുക. ബയോളജിയിലാണെങ്കിൽ യൂഷ്വലി കാണാപ്പാഠം പഠിക്കുന്ന. പിന്നെ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തിയറി മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് നീറ്റ് MTG ചാമ്പ്യൻ എന്നും പറഞ്ഞിട്ട് ഇതാണ് MCQ ക്വസ്റ്റ്യൻസ്. അതിലാണെങ്കിൽ 10 വർഷത്തെ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പുള്ളിക്ക് ഞാൻ ആദ്യം തിയറി ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ആ ഓരോ ചാപ്റ്ററിൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും. അപ്പം ചെയ്യാത്തത് ആദ്യം സർക്കിൾ ചെയ്ത് വെക്കും, എന്നിട്ട് വീണ്ടും തിയറി ഒന്നും കൂടി വായിക്കും, എന്നിട്ട് ഒന്നും കൂടി ചെയ്യും. അങ്ങനെ. അപ്പം എന്നാലും ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഇപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട ഗൈഡൻസ് കിട്ടുക, ഏത് മെറ്റീരിയൽ പഠിക്കണം, എന്തൊക്കെ ഫോളോ ചെയ്യണം, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടാവില്ലേ നമുക്ക് നീറ്റിനെ കുറിച്ചിട്ടുണ്ടാവുന്നത്. അതൊക്കെ എങ്ങനെയാണ് ലൈക്ക് ടാക്കിൾ ചെയ്തത്? അത് യൂഷ്വലി ടാക്കിൾ ചെയ്തത് ഇപ്പം എൻ്റെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യലായിരുന്നു. കോൺസെപ്റ്റ് എനിക്ക് എത്രത്തോളം ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്ത് തനിയെ ആൻസർ ചെയ്യുന്നത് തന്നെയാണ്. കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത സംഭവം എന്തായിരുന്നു? കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോട്ട്സൊക്കെ വായിക്കൽ, അങ്ങനെ നോട്ട്സും ടെക്സ്റ്റും. ബയോളജിക്ക് ഫുള്ളും NCERT. ഫിസിക്സിന് നമ്മളിങ്ങനെ കോൺസെപ്റ്റ് അത് മനസ്സിലാക്കി എടുക്കല സംഭവം. അത് ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിച്ചിട്ട് നീറ്റിന് പോയാലൊന്നും റെഡി ആവത്തില്ല. അവർ ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ് വൈസാണ് ചോദിക്കുന്ന. അപ്പോഴേക്കും നമ്മൾ തനിയെ അത് മനസ്സിലാക്കി എടുക്കണം. ആ ഒരു ഇത് ഇങ്ങനെ പറയണമെന്നറിയില്ല, നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിലായോ ഇല്ലയെന്ന് മനസ്സിലാവും. അപ്പം തിരിച്ച് നവനീതിലേക്ക് വരുമ്പം ഈ കോൺസെപ്റ്റ് ബിൽഡിങ്ങിന്റെ ഭാഗം എങ്ങനെയാണ്? ഓൺലൈൻ ക്ലാസ്സിൽ നിന്നാണോ ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ നോട്ട്സ് കണ്ടിട്ടാണോ? ഞാൻ ആദ്യം NCERT വായിച്ചു നോക്കും. മെയിനായിട്ട് NCERTയുടെ കോൺസെപ്റ്റ്സ് ആണല്ലോ നമുക്ക് വേണ്ടത് നീറ്റിന്. ഇപ്പം മെയിൻ NCERT ഫോക്കസ്ഡ് ആണ് നീറ്റ്. അപ്പം NCERT വായിക്കും, അതിൻ്റെ കൂടെ ഡൗട്ട്സ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കും. അപ്പം എന്നിട്ടും എനിക്ക് ഡൗട്ട്സ് ക്ലിയർ ആയില്ലേ ഒന്നുകൂടി വേണമെങ്കിൽ ആ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കാണും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഫിസിക്സ് കെമിസ്ട്രി എൻ്റെ ക്ലിയർ ആവുന്ന ഒരു ഡൗട്ട്സൊക്കെ ഒന്ന്
സെറ്റ് ഒരു കോൺസെപ്റ്റ് ബിൽഡാകുന്ന മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു ഇപ്പോൾ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും, മനസ്സിലാവും. അതിപ്പം ഓൺലൈൻ ആണെങ്കിലും സെൽഫ് സ്റ്റഡി ആണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദ കീ അല്ലേ? അതാണ് കീ. Okay, so that's it. So this is Navneet and Neswan signing out from Dopa Exchange. See you in the next episode. കാരണം നിങ്ങൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആൻഡ് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. കാരണം അത്രയും അവർ ക്ലിയർ ആയി പറഞ്ഞത്. ഒരാൾ ഓൺലൈനിൽ പഠിച്ചതാണ്, ഒരാൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. സർ ഇവർ രണ്ടാളും പറയുന്ന ഒറ്റൊരു കാര്യം മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു പാഠം വായിക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈസിലി നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ 2 എക്സാമ്പിൾസാണ് എൻ്റെ ഇടതും വലതും ഇരിക്കുന്നത്. സോ ദിസ് ഈസ് ഹാരിസ്ലാൻ സൈനിങ് ഓഫ് ഫ്രം ഡോപ്പ എക്സ്ചേഞ്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.